മുടി കൊഴിച്ചിൽ കാണുന്നത് തന്നെ ഭയങ്കര പേടിയല്ലേ. കാരണം എന്താണ് റീസൺ എന്നൊന്നും അറിയില്ല. എന്താണ് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ആണെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ട്. ശരിക്കും ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഈ മുടി കൊഴിച്ചലിനും അതുപോലെ തന്നെ ഡാൻഡ്രഫിനൊക്കെ ഭയങ്കര ഒരു 100% ഞാൻ ഗ്യാരണ്ടി പറയൂ കേട്ടോ. അത്രയും റിസൾട്ടാണത് ചെയ്തു കഴിഞ്ഞാൽ 100% നാച്ചുറലാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു മാസ്കും ഒരു സിറവും പറഞ്ഞുതരാം. ഇത് ഒരുപാട് മുടി കൊഴിച്ചിൽ കൊണ്ട് വിഷമിക്കുന്നവർക്കും അതുപോലെ തന്നെ ഭയങ്കര ഡാൻഡ്രഫിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്, ഒരു രീതിയിൽ സോഫ്റ്റ്നെസ് ഒന്നും ഇല്ല, ഒരു തിക്കില്ല ഹെയർ എന്നൊക്കെ വിഷമിക്കുന്നവരൊക്കെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ മാസ്കും ഈ സിറവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഹെയർ ഫോൾ വന്നു കഴിഞ്ഞാൽ തന്നെ പല ടെൻഷനാണ്. എന്തായിരിക്കും റീസൺ? എനിക്ക് പെട്ടെന്ന് മുടി കൊഴിയാൻ തുടങ്ങിയതല്ലോ. ചിലവർ പറയും എനിക്ക് എപ്പോഴും മുടി കൊഴിച്ചിലാണെന്ന് പറയും. ചിലവർക്ക് ഈ ഒരു സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ വിസിബിളായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് മുടി കൊഴിച്ചിലുള്ള ഒത്തിരി പേരുണ്ട്. ചിലവർക്ക് ആഫ്റ്റർ ഡെലിവറി പ്രസവത്തിന് ശേഷം ഭയങ്കര മുടി കൊഴിച്ചിലുള്ളവരുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ചില ആൾക്കാർക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമുക്ക് മുടി കൊഴിയുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റൊന്നും എടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഇതിലും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. എന്തെങ്കിലും നമ്മൾ മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവും. ഇങ്ങനെ പല റീസൺസ് കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാനായിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് പല ട്രീറ്റ്മെൻറ്റ്സും നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റിലുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾക്ക് എടുക്കാം. ഈവൺ ഹെയർ സ്പാ എടുക്കാം. നമുക്കതുപോലെ തന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനുള്ള ഷാമ്പൂ കാര്യങ്ങൾ ഹോം കെയർ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ എന്നാലും അതിലൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് ഹെയർ സ്പാ ചെയ്താലും കുറച്ച് നാളത്തേക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. പിന്നെ തിരിച്ച് വീണ്ടും പഴയ രീതിയിൽ തന്നെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമുക്കൊരു സ്ഥിരമായിട്ടൊരു ഒരു മാസ്ക്, അതും വേറെ രീതിയിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു നാച്ചുറലായിട്ടുള്ള മാസ്ക്, അതുപോലെ തന്നെ സിറോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാലോചിക്കണവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. സന്തോഷത്തോടു കൂടി ഇത് ചെയ്തോളൂ. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത്രയും റിസൾട്ടായിരിക്കും. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കിന്നാണെങ്കിലും ശരി, ഹെയർ ആണെങ്കിലും ശരി, ഇതിൻ്റെ എല്ലാം നമ്മളുടെ സൗന്ദര്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ആഹാരത്തിലൂടെയാണ്. അതും നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പ്രോട്ടീൻ്റെ അളവ് നല്ലപോലെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഫോൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. റിങ്കിൾസ് വരാതിരിക്കാനും കൊളോജൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മളുടെ ഹെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ എന്നാണ്. പ്രോട്ടീനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ബേസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ തന്നെയാണ് സ്കിന്നിനും ഹെയറിനും നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഫുഡിൽ പ്രോട്ടീൻ്റെ അളവ് മാക്സിമം കൂട്ടുക. അതും പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ നമ്മുടെ ബോഡിയിൽ നമുക്ക് കൊളോജൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണത് നമ്മളുടെ ഡയറ്റ് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും മൾട്ടി വൈറ്റമിൻസ് എടുക്കുക, ഒമേഗ 3 എടുക്കുക, അതുപോലെ കൊളോജിൻ പൗഡർ നമ്മൾ എടുക്കുക. ഇതെല്ലാം നമുക്ക് നമ്മളുടെ ഡയറ്റിൽ കൊണ്ടുവരണം കേട്ടോ. നമ്മൾ ഡയറ്റിൽ മീൻസ് ഇതെല്ലാം നമ്മൾ സപ്ലിമെൻ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. വൈറ്റമിൻസ് എപ്പോഴും നമുക്ക് എല്ലാം തന്നെ ഫുഡിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് പ്രോട്ടീൻ എന്നാണ് നമുക്ക് കൊളോജിൻ കിട്ടുന്നത്. കൊളോജിൻ്റെ കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കൊളോജിൻ പൗഡർ സപ്ലിമെൻ്റായിട്ട് എടുക്കണം. ഇതൊക്കെ ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ വീണ്ടും റിപ്പീറ്റ് എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കമൻസും ഉണ്ട്, പറഞ്ഞ് തന്നെ തിരിച്ചു മറിച്ച്. അങ്ങനെയല്ല, ആദ്യമായിട്ട് കേൾക്കുന്ന ഒത്തിരി പേരുണ്ടാവും, അവർക്കിത് യൂസ്ഫുള്ളായിരിക്കും. അത് മാത്രമല്ല, വീണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കൂടുമല്ലോ. അങ്ങനെ അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ഒരു നെഗറ്റീവ് കാണേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒത്തിരി പേർക്ക് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയറോ കാര്യങ്ങളോ അറിയില്ല. ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പേഴ്സണൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു പ്രോപ്പർ സ്കിൻ കെയർ തരികയും നമ്മളുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം ഞാനിപ്പോൾ ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്ന പ്രശ്നം എന്താണെന്നറിയോ, മിക്ക ആൾക്കാർക്കും പ്രൊഡക്റ്റ് എന്താണെന്ന്, അതേ വെറുതെ ഒരു സിറം കണ്ടാൽ സിറം മേടിക്കും, വേറെ എന്തെങ്കിലും കണ്ടാൽ അത് മേടിക്കും, പെട്ടെന്ന് ഗ്ലോ കിട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ക്രീം മേടിക്കും. അപ്പോൾ വീഡിയോസിൽ എന്ത് കാണുന്നോ അതൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്ന ഒരു ഇതാണെന്ന് ഞാൻ കാണുന്നത്. അത് ഉപയോഗിച്ച് എന്ത് സംഭവിക്കണോ, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥയാണ്. കാരണം ആ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം സ്കിൻ ഭയങ്കര ഡ്രൈ ആവുന്നു, അൺഈവൺ ആവുന്നു, പിമ്പിൾസൊക്കെ വരുന്നു, അങ്ങനത്തെ
കുറേ ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മളൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് എന്തിനു വേണ്ടി, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, എന്തിനു വേണ്ടി ഞാനിത് ഉപയോഗിക്കണം, എന്താണ് ഈ പ്രൊഡക്റ്റ്, ഈ സിറം എനിക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ എനിക്കിത് ആവശ്യമുള്ളതാണോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം അറിയണം. ഒരു പ്രൊഡക്റ്റിലല്ല കാര്യം, ആ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് ഫസ്റ്റ് അറിയണം. സെക്കൻഡ് തിങ്, അത് എങ്ങനെയായിരിക്കണം നമ്മൾ ഉപയോഗിക്കണം, എത്ര ക്വാണ്ടിറ്റി എടുക്കണം, ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം, ഇതൊന്നും അറിയാതെ പല പ്രൊഡക്റ്റും മാർക്കറ്റിൽ കാണുന്ന എന്ത് വീഡിയോസ് കണ്ടാലും അതെല്ലാം മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഇന്ന് കാണുന്ന ഹെയർ ആയിക്കോട്ടെ, സ്കിന്നായിക്കോട്ടെ, നമ്മൾ ഹെയറിനതാ ഇന്ന ഓയിൽ അപ്ലൈ ചെയ്തോളൂ, നല്ല മുടി വളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓയിലിൻ്റെ പുറകിൽ എല്ലാവരും പോയി, എന്നിട്ട് കുറേ ദിവസം അത് ചെയ്ത് ഉള്ള മുടിയും കൂടി പോയതിന് ശേഷം പിന്നെ മേളിൽ നോക്കിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക, അയ്യോ ഞാനത് ചെയ്യേണ്ടായിരുന്നല്ലോ. പിന്നെ അടുത്തതിൽ നമ്മൾ കയറി പിടിക്കും, അടുത്ത വീഡിയോസ് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തത് എന്തെങ്കിലും കാണുമ്പോൾ അതിൽ കയറി പിടിക്കും. ഇങ്ങനെയാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതൊന്നും അല്ല വേണ്ടത്. നമ്മുടെ സ്കിന്നാണെങ്കിലും ശരി, ഹെയർ ആണെങ്കിലും ശരി, പ്രോപ്പറായിട്ട് ഒരു ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പേഴ്സണൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. സ്കിന്നാണെങ്കിലും ശരി, ഹെയർ ആണെങ്കിലും ശരി, സ്കിന്നിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസിലൂടെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. പ്ലസ് നമ്മളിവിടെ വേറെ ഒന്നും അല്ല ചെയ്യുന്നത്, കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഞാൻ പറഞ്ഞുതരും, അതിന് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞുതരും. എല്ലാം തന്നെ വീഡിയോ കോൾ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് ഇന്ന രീതിയിലാണ് എല്ലാം ഞാൻ കാണിച്ചു തരും, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വരെ നമ്മൾ കാണിച്ചു തന്ന് നിങ്ങളുടെ കൂടെ നമ്മൾ 3 മന്ത്സ് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നിന്ന് കറക്റ്റായിട്ട് ആ ഒരു സ്കിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് ഹെൽത്തി ആക്കിക്കൊണ്ട് സ്കിൻ്റെ പ്രശ്നം നമ്മളിവിടെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ അറിയില്ല, സ്കിന്നിന് ഒരുപാട് പ്രശ്നമൊക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേഴ്സണൽ ഗൈഡൻസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. പക്ഷേ 5000 റുപ്പീസ് എനിക്ക് ഫീ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തരാൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിൽ ഹെയറിൻ്റെ പറഞ്ഞു തരുമെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. ഹെയർ എങ്ങനെയായിരിക്കണം പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ പേഴ്സണൽ ഗൈഡൻസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ കാരണം ഒരുപാട് പൈസ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടി നമ്മൾ ഒത്തിരി പൈസ കളഞ്ഞിട്ടുണ്ടല്ലോ. അതല്ല, ഇത് നമ്മൾ കറക്റ്റ് നമുക്ക് എന്താണോ വേണ്ടത് എന്നാണ്. ഇനിയാണ് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റൈറ്റ് വേ എത്തി, കറക്റ്റായിട്ടുള്ള ഒരു ഇതിലാണ് നിങ്ങൾ എത്തുന്നത്. കറക്റ്റ് ഇതുവരെ നിങ്ങൾ എന്താണോ വിഷമിച്ചുകൊണ്ടിരുന്നത്, എന്താണോ അറിയാതെ ഇങ്ങനെ നടന്നത്, അതാണ് ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നത് എന്ന് വിശ്വസിക്കുക. സോ പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ എടുത്തുകൊണ്ട് ക്ലിയർ സ്കിൻ ആക്കുക, അത് ഹെൽത്തി ആയിട്ടുണ്ടാക്കുക. അല്ലാതെ വെറുതെ ഒരു മാജിക്ക് പോലെ ഒരു ക്രീം എടുത്ത് തേച്ചു പെട്ടെന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പിഗ്മെൻറ്റേഷൻ പോയി, എൻ്റെ ടാൻ പോയി, അങ്ങനെയല്ല. ഉള്ളിൽ നിന്ന് ഹെൽത്തി ആക്കി നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് പതുക്കെ അത് കറക്റ്റ് ചെയ്ത് സ്കിന്ന് ഹെൽത്തി ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞ് പോകും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ലൈഫ് ടൈമിലേക്ക് നമുക്ക് റിസൾട്ട് കിട്ടും. മനസ്സിലായോ? അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ന് ഹെയറിൻ്റെ ഒരു മാസ്കും സിറോ ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മളുടെ ഉലുവയാണ്. ഉലുവ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, ഹെയറിന് എത്രത്തോളം ബെനിഫിറ്റ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. 2 സ്പൂൺ എടുക്കുക. ആദ്യം അതൊന്ന് കഴുകുക കേട്ടോ, ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. തലേ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നതിന് ശേഷം പിറ്റേ ദിവസം നമ്മളത് അതുപോലെ തന്നെ എടുക്കുക. നമ്മളുടെ ഒരു പാൻ വയ്ക്കുക, പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കുറച്ചും കൂടെ അതിനകത്ത് ഒരു 1/2 കപ്പും കൂടെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് 10 to 15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യുക. അതിന് ശേഷം 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഇറക്കി വയ്ക്കുക. ചെറിയ ഒരു ഇതിലായിരിക്കണം, ഒരുപാട് ഫ്ലെയിം കൂട്ടിയിടരുത്, ചെറുതായിട്ടായിരിക്കണം. അതിന് ശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നല്ലത്. കയ്യിൽ വെച്ച് ബ്ലെൻഡ് ചെയ്യില്ലേ, അതുണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ബ്ലെൻഡറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മളത് ഒരു അരിപ്പ എടുത്ത് അല്ലെങ്കിൽ സ്ട്രെയിനർ എടുക്കുക, ദെൻ അതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ആ വെള്ളം മാത്രമായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കുക. അതിന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളിത് രണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ അവിടെ ഉലുവ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിരിക്കുവാണല്ലോ, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. നമ്മളിതിൻ്റെ ആ ഒരു സിറം അല്ലെങ്കിൽ ആ ഒരു വാട്ടർ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് അതൊന്ന് നമുക്കൊരു സെപ്പറേറ്റ് ഒരു സ്പ്രേ ബോട്ടിലിനകത്താക്കി അത് മാറ്റി വയ്ക്കുക ഫസ്റ്റ്. അപ്പോൾ അതിൽ അവിടെ ഇരിക്കട്ടെ, അതിലേക്ക് നമ്മൾ വരാം. അതിന് ശേഷം നമ്മളിപ്പം അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉലുവയുണ്ടല്ലോ, അതിൻ്റെ എക്സ്ട്രാക്റ്റ്, അതെടുത്തിട്ട് അതൊന്ന് നമ്മൾ പേസ്റ്റ് രൂപത്തിലൊന്ന് മിക്സിയിലിട്ടൊന്ന്
അരച്ചെടുക്കുക. ഇത് നമ്മളുടെ സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 40-45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. 40-45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുമ്പോൾ അത് നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്കാൽപ്പും ഹെയറിലും അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഷാമ്പൂ ഇട്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം ഇത് ഹെയറിലൊക്കെ ഇങ്ങനെ തരി പോലെ നിൽക്കും, ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഫീലൊക്കെ ആയിരിക്കും. നന്നായിട്ട് ഷാമ്പൂ ഇട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ തരികളൊക്കെ നമ്മൾ ഹെയറിലുണ്ടാവും, ഒന്നും കാര്യമാക്കണം, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊന്നും വലിയ ഡേഞ്ചറൊന്നുമല്ല, ഭയങ്കര കെമിക്കലോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് നമ്മൾ ഷാമ്പൂ ഇടണം കേട്ടോ. അത് നിർബന്ധമാണ് ഷാമ്പൂ ഇടണം എന്നുള്ളത്. കാരണം അപ്പോഴത് കറക്റ്റ് ആവത്തുള്ളൂ. ഷാമ്പൂ ദെൻ കണ്ടീഷണറും കൂടി അപ്ലൈ ചെയ്താൽ സൂപ്പറായിരിക്കും. അതിനുശേഷം നമ്മളുടെ കണ്ടീഷണർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് സിറം ഉപയോഗിക്കാം. കണ്ടീഷണർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെയറൊക്കെ നമ്മൾ നന്നായിട്ട് ടവലൊക്കെ വെച്ച് ടവൽ ഡ്രൈ ചെയ്തെടുക്കുക. അതായത് നന്നായിട്ട് ഹെയർ തുടച്ച്, അല്ലെങ്കിൽ ഡ്രയർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡ്രയർ എപ്പോഴും ആദ്യം കൂളിലിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഡയറക്റ്റ് കൊണ്ട് ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഹീറ്റായിട്ട് ഭയങ്കര ചൂടിൽ കൊണ്ടുപോയിട്ട് കുളി കഴിഞ്ഞ ഉടനെ നമ്മൾ നനഞ്ഞ ഹെയറിലേക്ക് ഓവർ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹെയർ പൊട്ടിപ്പോവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഓവർ ഹീറ്റ് എപ്പോഴും നമ്മളുടെ സ്കാൽപ്പിന് നല്ലതല്ല, ഹെയറിന് നല്ലതല്ല. ഹെയർ ഡാമേജ് ആക്കും, ഹെയർ ഫോൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ കൂളിലിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഹീറ്റ് കുറച്ച് കൂട്ടിയാൽ മതി. ഒത്തിരി ഹീറ്റ് വേണ്ട, എപ്പോഴും ഒത്തിരി ഹീറ്റ് കൊടുക്കരുത്. പറ്റുമെങ്കിൽ കൂടുതൽ തന്നെ ഡ്രൈ ആക്കുക. അങ്ങനെ വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ബോട്ടിലുണ്ടല്ലോ സിറം, അതെടുക്കുക. അത് നമ്മൾ സ്കാൽപ്പിലും ഹെയറിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് സിറമാണ്. നമ്മൾ നോർമലി സിറം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ ഹെയർ സിറം വാങ്ങിക്കുമ്പോൾ നമ്മളുടെ ഹെയർ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ, സ്കാൽപ്പിൽ ചെയ്യാറില്ല. പക്ഷെ ഇവിടെ നമ്മൾ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം, ഹെയറിലും കൊടുക്കാം. കാരണം ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഓൺലി നമ്മളുടെ ഉലുവയുടെ ആ ഒരു ജ്യൂസ് മാത്രമേ ഉള്ളൂ. ആ ഒരു എന്താ പറയുക, ജ്യൂസ് എന്ന് വയ്ക്കാം. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമായിട്ട് നമ്മളുടെ സ്കാൽപ്പിലും അതിൻ്റെ ഹെയറിലും നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വിടുക. സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വിടുമല്ലോ, ആ രീതിയിൽ സ്കാൽപ്പിലും കൂടി ചേർത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് അങ്ങ് വിടുക. ഇത് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് മാസ്ക് പോലെ ഇട്ട് ചെയ്യാം. അല്ലാത്ത ദിവസം ഇത് സിറമായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് എത്ര ദിവസം വേണം, അത് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഒരു 1 വീക്കിലേക്ക് ചെയ്താൽ മതി. ഒരു 10-15 ദിവസം അങ്ങോട്ടേക്കൊന്നും പോകണ്ട, ഒരു 1 വീക്കിലേക്കൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യണം. നമുക്ക് ഹെയർ ഫോൾ നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് വീണ്ടും ന്യൂ ഹെയർ വരാനൊക്കെ, ബേബി ഹെയറൊക്കെ നമുക്ക് കാണുമ്പോൾ പറയാം ന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. സോ ന്യൂ ഗ്രോത്ത് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ നല്ലപോലെ മുടി വളർച്ചയ്ക്കും നമ്മളുടെ കട്ടി കുറവിനും അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നവും എല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെന്തായാലും എനിക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കണം കേട്ടോ. അത്രമാത്രം നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഞാൻ വീണ്ടും പറയുവാണ്. അത്രയും ഗ്യാരൻറ്റി ആയിട്ടാണ് പറയുക. കാരണം എനിക്കറിയാം അത്രയും സൂപ്പർബായിട്ടുള്ള ഒരു സംഭവമാണ്. ആവശ്യമില്ലാത്ത കെമിക്കലില്ല, ഒന്നും തന്നെ ഇല്ല. കംപ്ലീറ്റായിട്ട് നമുക്ക് വരുന്നത് നാച്ചുറലായിട്ടാണ്. അതും വളരെ ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ്. നമ്മളിപ്പോൾ ഒത്തിരി വലിയ സംഭവങ്ങളൊന്നുമില്ല, ഉലുവയില്ലാത്ത വീടേ ഇല്ല. അപ്പോൾ പിന്നെ എന്താ വേണ്ടത്? ഉലുവയും കുറച്ച് വെള്ളമാണ് ഇതിനകത്ത്, വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഗൈഡൻസ് വേണം, നിങ്ങൾക്കും സൂപ്പർബായിട്ടുള്ള സ്കിന്നും ഹെയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. സോ അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചില കമൻറ്റ്സ് ഞാൻ എപ്പോഴും പറയണത് എനിക്ക് റിപ്ലൈ തരാൻ പറ്റും, ഒറ്റ വാക്കിൽ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചിലത് കാര്യങ്ങൾ റിപ്ലൈ ചെയ്യാത്തത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അറിയണം, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.